ദ ഫീൽഡ്. നെക്സ്റ്റ് നമ്മളെ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. നമ്മൾ പ്രൈമറി ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യും? പ്രൈമറി ഡാറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുക? മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ മിസ് ബോർഡിൽ എഴുതി തരാം. Methods of collecting primary data. ഒന്ന് ഒബ്സർവേഷൻ, observation, ഒബ്സർവേഷനിൽ തന്നെ എന്തുണ്ട്? മെറിറ്റ്സും ഡീമെറിറ്റ്സും. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. എന്തൊക്കെയാണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്? ദിസ് ഈസ് ആൻ ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ്. ഇതൊരു ബെസ്റ്റ് മെറിറ്റ്സ്, ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡാണ്. പ്രൊവൈഡ് ഹാൻഡ് ഇൻഫോർമേഷൻ ടു. ഇതൊരു ഹാൻഡ് ഇൻഫോർമേഷൻ മെത്തേഡാണ്. ഹാൻഡ് ഇൻഫോർമേഷൻ മെത്തേഡാണ്. ആൻഡ് ടു പ്രൊവൈഡ് ഡീപ്പർ ഇൻസൈറ്റ്സ്. ടു പ്രൊവൈഡ്സ് എന്ത് ചെയ്യുന്നു? ഡീപ്പ് പ്രൂഫ്. എന്നാൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ്. ഇറ്റ് മെനി കേസ് യു cannot predict when the events occur, so the phenomenon which is open may not find a ready observer. അതായത് not find a ready observation. Okay, next limitation with the observer should be very objective. Observer very ഒബ്ജക്റ്റീവ് ആയിരിക്കും. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ. നോട്ട് സ്യൂട്ടബിൾ ഫോർ large scale and presence of influence of behavior observing. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റയിൽ ഒബ്സർവേഷൻ മെത്തേഡാണ് പറഞ്ഞത്. ഒബ്സർവേഷൻ മെത്തേഡ്. ഈ ഒബ്സർവേഷൻ മെത്തേഡിൽ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടല്ലോ. ഈ ഡീമെറിറ്റ്സ് ആണ് എന്ത്? ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡാണ്, ഹാൻഡ് ഇൻഫോർമേഷൻ ആണ്, പ്രൊവൈഡ്സ് ഡീപ് പ്രൂഫാണ്. ഇതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. പക്ഷേ ഡീമെറിറ്റ്സ് നോട്ട് ഫൈൻഡ് ഇൻ ഓൾറെഡി ഒബ്സർവേഷൻ. ഒബ്സർവർ വെരി ഒബ്ജക്റ്റീവ്. ഒബ്സർവർ ഭയങ്കര ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. പിന്നെ നേരിട്ട് കയ്യിൽ കിട്ടൂല പ്രൂഫൊന്നും. നോട്ട് സ്യൂട്ടബിൾ ഫോർ ടു ഒബ്സർവിന് അത് സ്യൂട്ടബിൾ ആയ ഒരു ഏരിയ അല്ല. ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് മെത്തേഡ്സ്. ഏത് മേജർ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ ഇൻ്റർവ്യൂ. നെക്സ്റ്റ് നമ്മളെ പോയിന്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. മിസ് ഇത് ഇവിടെ എഴുതാം കേട്ടോ. ഡീമെറിറ്റ്സ് മിസ് മായ്ക്കട്ടെ. നെക്സ്റ്റ് നമ്മളെ പോയിന്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇതിന് നമുക്ക് എന്തൊക്കെ ഇൻ്റർവ്യൂ വിത്ത് ദ മേജർ അഡ്വാൻറ്റേജസ്, ഇതൊക്കെ എക്സാമിന് ചോദിക്കൂട്ടോ മക്കളെ, എസ്സേ ആണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത്? റെസ്പോൺസ് ഓഫ് പേഴ്സണൽ ഇൻ്റർവ്യൂ മോർ എൻകറേജിങ് അല്ലേ, മോർ എൻകറേജ് ആവും, കാരണം പെട്ടെന്നെല്ലാം തുറന്നു പറയും. COURAGE, മോർ എൻകറേജ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ലൈക്ലി ടു മോർ ആക്യുറേറ്റ്. ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കും. Additional information about personal characteristics which are helpful to interpreting the result rather than may be collected. Okay, additional information എന്തായിരിക്കും കിട്ടും? additional information. Then ഇതിനൊക്കെ എല്ലാത്തിലും ലിമിറ്റേഷൻസ് എന്താണ്? പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ നമ്മൾ പറയില്ല. ഡീമെറിറ്റ്സ് എന്താണ്? മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് ആർ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ബേസസ് ഓൺ ദ ഇൻവെസ്റ്റിഗേറ്റർ കമ്മിങ് ഇൻ ഐദർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. either consciously or unconsciously, either consciously or unconsciously. Okay, it is costly and time consuming method of speech. It is costly, it is very cost. അത് വളരെ വില കൂടിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ദെൻ ക്വസ്റ്റ്യനെയർ. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യന് ചോദ്യം ചോദിക്കുന്ന സംഭവമാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയും. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യനെയർ? അറിയാലോ, ചോദ്യാവലി എന്നാണ് എൻ്റെ മലയാളത്തിൽ പറയും. ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആണ്. അത് കിട്ടുന്ന മാർഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യനെയർ ആണ്. എന്താണ് ക്വസ്റ്റ്യനെയറിൽ പറഞ്ഞത്? ഓക്കെ, ക്വസ്റ്റ്യനെയറിൽ എന്താണ്? The merits of questionnaire, the methods of emotional, particularly in the universe to large spread geographically or faster. The method is very economical. Questionnaire, okay, merits. Questionnaire എന്തുണ്ട്? merits. It is very economical. It is very economical, and since the answer happened to the response to one word, free from this interviewer. അല്ല, if she or he free from interviewer. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഫ്രീ ആയിരിക്കുന്നു. റെസ്പോൺസ് ക്യാൻ ബി ദർ ടൈം ടു ആൻസർ. ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ആയിരിക്കും. ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ്. പിന്നെ പറയുന്നത് ലാർജ് സാമ്പിൾ ക്യാൻ ബി കവേർഡ്. ലാർജ് സാമ്പിൾ ക്യാൻ ബി കവേർഡ് ആൻഡ് ദസ് ടു ഡിപ്പെൻഡബിൾ ആൻഡ് ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, എല്ലാത്തിനും മെറിറ്റ്സിൻ്റെ കൂടെ എന്തുണ്ടാവും? ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലാസ്റ്റ് ലിമിറ്റേഷൻസ് എന്താണ്? ക്വസ്റ്റ്യൻ ക്യാൻ ബി സർക്കുലർ എമംഗ് ദി റെസ്പോൺസ് ഓഫ് എഡ്യൂക്കേറ്റഡ് ആൻഡ് കോപ്പറേറ്റീവ് ആൻഡ് സംടൈം റെസ്പോണ്ട് നോട്ട് റിട്ടേൺ ടു ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അനുസരിച്ച് അപ്പോൾ തന്നെ അവർക്ക് ആൻസർ തരണമെന്നില്ല. അവരിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ആൻസർ തരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദെൻ വൺസ് ദ ക്വസ്റ്റ്യൻ സെൻഡ് ടു റെസ്പോണ്ടേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റർ കനോട്ട് ചേഞ്ച് ഇൻ ദ മോഡിഫൈ ദ ക്വസ്റ്റ്യൻ. അവർ ക്വസ്റ്റ്യൻ മാറ്റാനൊക്കെ ഉപദേശിക്കും. ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട, ടു ചേഞ്ച് ദ ക്വസ്റ്റ്യൻ. ലിമിറ്റേഷൻസിൽ ടു ചേഞ്ച് ദി ക്വസ്റ്റ്യൻസ്. അതായത് ഇൻ്റർവ്യൂസ് തമ്മിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ പറയും, ഇതല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്
ഇൻട്രസ്റ്റഡ്. ഓക്കെ, നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനറി, പേഴ്സണൽ ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യനർ, സർവേ, പിന്നെ നമ്മളെന്താ ഡിസ്കസ് ചെയ്തത്, കറസ്പോൺസൻ്റ് റിപ്പോർട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഫുൾ ഇമ്പോർട്ടൻസ് ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ എന്ന് അതിൻ്റെ വേറൊരു വിഭാഗം തന്നെയാണ് ഈ ഒരു പാർട്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗം ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതും ഇതൊക്കെ ഒരേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ.